ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വെൽത്തി ലൈഫ്. വെൽത്തി ലൈഫിൻ്റെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇൻഫോസിസ് എന്ന സ്റ്റോക്കിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇന്നത്തെ ട്രേഡിംഗ് സെഷൻ, അതായത് 24 ഓഗസ്റ്റ് 2021 ട്രേഡിംഗ് സെഷനിൽ ഇൻഫോസിസ് എന്ന സ്റ്റോക്ക് അതിൻ്റെ ഓൾ ടൈം ഹൈയെ ടച്ച് ചെയ്തു. അതോടൊപ്പം തന്നെ ഇൻഫോസിസ് എന്ന സ്റ്റോക്കുമായി ബന്ധപ്പെട്ട ചില പോസിറ്റീവ് ന്യൂസ് അപ്ഡേറ്റുകൾ കൂടി പുറത്തു വന്നിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ ഇൻഫോസിസ് എന്ന കമ്പനിയുമായി ബന്ധപ്പെട്ട പോസിറ്റീവ് ന്യൂസ് അപ്ഡേറ്റുകളും അതുപോലെ തന്നെ സ്റ്റോക്കിൻ്റെ ടെക്നിക്കൽ അനാലിസിസ്, അതായത് സ്റ്റോക്കിൽ എസ്പെഷ്യലി നമ്മൾ ഏത് ലെവലിലാണ് ബൈ ചെയ്യേണ്ടത്, കൂടാതെ ഇപ്പോഴത്തെ സീനറിയോയിൽ ഇൻഫോസിസിൽ ഇൻവെസ്റ്റ്മെൻറ്റോ എന്ന ഓപ്ഷൻ കൺസിഡർ ചെയ്യാമോ എന്നുള്ള ഫാക്ടറും കൂടി അനാലിസിസ് ചെയ്യുന്നുണ്ട്. ഡീറ്റെയിൽഡ് വീഡിയോ അനാലിസിസിലേക്ക് കടക്കുന്നതിന് മുൻപ് വെൽത്തി ലൈഫ് എന്ന ചാനൽ നിങ്ങൾ ആദ്യമായാണ് വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഫോർ ഗെറ്റിംഗ് ഇൻസ്റ്റൻറ്റ് സ്റ്റോക്ക് റെക്കമെൻഡേഷൻ ആൻഡ് റെഗുലർ മാർക്കറ്റ് അപ്ഡേറ്റ്, ചാനലിൻ്റെ സൈഡിൽ നിന്നും സ്വിംഗ് ട്രേഡിന് ആവശ്യമായ അഡീഷണൽ ഇൻസൈറ്റ്സ് ലഭിക്കുന്നതിന് ജോയിൻ ബട്ടൺ എന്ന ഓപ്ഷൻ കൺസിഡർ ചെയ്യാവുന്നതാണ്. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. ഇൻഫോസിസ് എന്ന സ്റ്റോക്കിൻ്റെ ഇന്നത്തെ പ്രൈസ് മൂവ്മെൻറ്റ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഈ സ്റ്റോക്ക് 1750 രൂപ എന്ന ലെവലിലാണ് ഓപ്പൺ ചെയ്തത്. അതിനുശേഷം ഈ സ്റ്റോക്ക് 1757 രൂപ എന്ന ലെവലിലേക്ക് എത്തുകയും ശേഷം ഈ സ്റ്റോക്ക് 1712 രൂപ എന്ന ഇൻട്രാഡേ ലോ ടച്ച് ചെയ്തതിന് ശേഷം 1721 രൂപ എന്ന ലെവലിലാണ് ക്ലോസിംഗ് നൽകിയത്. അതായത് എൻ്റയർ ഇൻഫോസിസ് എന്ന സ്റ്റോക്കിൻ്റെ പ്രൈസ് മൂവ്മെൻറ്റ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഈ സ്റ്റോക്ക് 1755 രൂപ 60 പൈസ എന്ന ലെവൽ അച്ചീവ് ചെയ്ത സമയത്ത് ഈ കമ്പനി $100 ബില്യൺ ക്ലബിലേക്ക് ഉയരുകയും, അതായത് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ, ഈ കമ്പനിയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ $100 ബില്യൺ മാറുകയും ഈ കമ്പനി ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിലെ 4ാമത്തെ ഏറ്റവും വലിയ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനുള്ള കമ്പനിയായി മാറുകയും ചെയ്തു. ഇൻഫോസിസിന് മുൻപ് റിലയൻസ് ഇൻഡസ്ട്രീസ്, ടാറ്റ കൺസൾട്ടൻസി സർവീസസ്, HDFC ബാങ്ക് എന്നീ 3 കമ്പനികളാണ് $100 ബില്യൺ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ അച്ചീവ് ചെയ്തത്. അതോടൊപ്പം തന്നെ ഇൻഫോസിസിൻ്റെ ഈ വർഷത്തെ റിട്ടേൺ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അവിടെ 40% റിട്ടേണാണ് ഈ സ്റ്റോക്ക് തന്നത്. സെൻസെക്സിൻ്റെ 1 ഇയറിലെ റിട്ടേൺ നോക്കുകയാണെങ്കിൽ 16.6% റിട്ടേണും നിഫ്റ്റി IT ഇൻഡെക്സിൻ്റെ റിട്ടേൺ നോക്കുകയാണെങ്കിൽ 41.28% റിട്ടേണുമാണ്. കമ്പനിയുടെ റവന്യൂ ഗ്രോത്ത് നോക്കുകയാണെങ്കിൽ 14 മുതൽ 16% എന്ന CAGRലാണ് കമ്പനിയുടെ റവന്യൂ ഗ്രോത്ത് നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത്. കോൺസ്റ്റൻറ്റ് കറൻസി ടേംസിൽ കമ്പനിയുടെ റവന്യൂ ഗ്രോത്ത് നോക്കുകയാണെങ്കിൽ 42%, ഡിജിറ്റൽ ബിസിനസ് അഡ്വാൻസിൽ കമ്പനിയുടെ പെർഫോമൻസ് 53.9% വർദ്ധിച്ചിട്ടുണ്ട്. ഇക്കഴിഞ്ഞ ഇൻഫോസിസിൻ്റെ Q1 റിസൾട്ട് പരിശോധിക്കുകയാണെങ്കിൽ കമ്പനിയുടെ പ്രോഫിറ്റിൽ 23% വർധനവ് ആനുവലി ഉണ്ടായിട്ടുണ്ട്. അതായത് ഇയർ ഓൺ ഇയറിൽ കമ്പനിയുടെ പ്രോഫിറ്റ് 23% വർദ്ധിച്ച് 5195 കോടിയായി മാറിയിട്ടുണ്ട്. ഇൻഫോസിസുമായി ബന്ധപ്പെട്ട മറ്റൊരു പോസിറ്റീവ് ന്യൂസ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ UK-യിൽ ഹയർ എഡ്യൂക്കേഷൻ അഡ്മിഷൻ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന UCAS എന്ന കമ്പനിയുമായി ചേർന്ന് ഇൻഫോസിസ് പാർട്ണർഷിപ്പിൽ എത്തി എന്നുള്ളൊരു ന്യൂസ് നമ്മൾക്ക് കാണാൻ സാധിക്കും. അതായത് UCAS എന്ന കമ്പനിയുമായി 2015 ഇൻഫോസിസ് എന്ന കമ്പനി പാർട്ണർഷിപ്പിൽ എത്തിയിട്ടുണ്ട്. UCAS എന്ന കമ്പനി UK-യിൽ വളരെ ഫേമസ് ആയ ഹയർ എഡ്യൂക്കേഷൻ അഡ്മിഷൻ സർവീസ് പോർട്ടലാണ്. ഏകദേശം 30,000-ൽ പരം കോഴ്സുകളും അതുപോലെ തന്നെ 7 ലക്ഷത്തിൽ അധികം ആപ്ലിക്കൻസിനെയും ഹാൻഡിൽ ചെയ്യുന്ന UCAS എന്ന കമ്പനിയുമായി ചേർന്ന് ഇൻഫോസിസ് പാർട്ണർഷിപ്പിൽ എത്തിയിരിക്കുന്നത് ഈ കമ്പനിയുടെ ഫർദർ ബിസിനസ് ഓപ്പർച്യൂണിറ്റിയെ എൻഹാൻസ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. അതോടൊപ്പം തന്നെ ഇൻഫോസിസുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രധാനപ്പെട്ട ന്യൂസ് ഇൻഫോസിസിൻ്റെ ബൈബാക്ക് റിപ്പോർട്ട് വന്നു എന്നുള്ളൊരു ന്യൂസാണ്. ഇൻഫോസിസിൻ്റെ ബൈബാക്ക് റിപ്പോർട്ട് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഇതുവരെ ഈ കമ്പനി 15,19,000 ഷെയറുകളാണ് ബൈബാക്ക് വഴി അക്കുമുലേറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഇൻഫോസിസിൻ്റെ ബൈബാക്കിനെ കുറിച്ച് വളരെ മുമ്പ് തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. അവിടെ ഇൻഫോസിസ് ഓപ്പൺ ഓർഡർ ബൈബാക്കാണ് നടത്തിയിരുന്നത്. അതായത് ഇൻഫോസിസിൻ്റെ ഷെയറുകൾ ഓപ്പൺ മാർക്കറ്റിൽ നിന്നാണ് അക്കുമുലേറ്റ് ചെയ്യുന്നത്. ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് അക്കുമുലേറ്റ് ചെയ്യുമ്പോൾ ഷെയർ പ്രൈസ് ആയിട്ട് ഇൻഫോസിസ് നിശ്ചയിച്ചിരുന്നത് 1750 രൂപയ്ക്ക് താഴെയുള്ള ഷെയർ പ്രൈസിലായിരിക്കും ഇൻഫോസിസ് എന്ന കമ്പനിയുടെ തന്നെ ഷെയറുകൾ ബൈബാക്ക് ചെയ്യുന്നത്. കൂടാതെ ഏകദേശം 13,000 കോടിക്ക് അടുത്തുള്ള ഒരു ബൈബാക്ക് ആയിരിക്കും ഇൻഫോസിസ് പ്ലാൻ ചെയ്യുന്നു എന്നുള്ളത്. ഇവിടെ നമ്മൾ അപ്രോക്സിമേറ്റ് കാൽക്കുലേഷൻ നടത്തി നോക്കുകയാണെങ്കിൽ മനസ്സിലാക്കാം ബൈബാക്ക് നിയർലി എൻഡിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളൊരു ഫാക്റ്റ്. ഈ 2 ന്യൂസുകളും ഇൻഫോസിസ് എന്ന കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഒരു പോസിറ്റീവ് ന്യൂസ് അപ്ഡേറ്റ് തന്നെയാണ്.
ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഇൻഫോസിസ് എന്ന സ്റ്റോക്കിൽ നമ്മൾക്ക് 1% കറക്ഷനാണ് കാണാൻ സാധിച്ചത്. എന്നിരുന്നാലും സ്റ്റോക്ക് ഇന്നതിൻ്റെ പുതിയ 52 വീക്ക് ഹൈ ആയ 1757 രൂപ എന്ന റേഞ്ച് അച്ചീവ് ചെയ്തു. അതോടൊപ്പം തന്നെ സ്റ്റോക്കിൻ്റെ ഡെലിവറി നമ്മൾ നോക്കുകയാണെങ്കിൽ 72% എന്ന ഹൈ ഡെലിവറിയാണ് സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നത്. ഇൻഫോസിസ് എന്ന സ്റ്റോക്കിൻ്റെ ടെക്നിക്കൽ അനാലിസിസ് നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഈ സ്റ്റോക്കിൽ വളരെ വലിയ ഒരു റാലി തന്നെയാണ് കാണാൻ സാധിച്ചത്. അതായത് എൻ്റയർ നിഫ്റ്റി IT സെക്ടർ കഴിഞ്ഞ ഒരു വർഷത്തിൽ വളരെ മികച്ച പെർഫോമൻസ് ആണ് നൽകിയത്. IT സെക്ടറിനെയും സെൻസെക്സിനെയും ബീറ്റ് ചെയ്യുന്ന ഒരു പെർഫോമൻസ് ആണ് ഇൻഫോസിസ് എന്ന കമ്പനി നൽകിയത്. ഇൻഫോസിസിൻ്റെ ചാർട്ട് പാറ്റേൺ പരിശോധിക്കുകയാണെങ്കിൽ ഈ കമ്പനി ലാസ്റ്റ് ബൈയിങ് ഓപ്പർച്യൂണിറ്റി തന്നത് ഈ സ്റ്റോക്ക് 1550 രൂപ എന്ന റേഞ്ചിൽ കൺസോളിഡേറ്റ് ചെയ്യുമ്പോഴാണ്. അന്ന് ഈ സ്റ്റോക്കിനെ കുറിച്ച് നമ്മൾ ഒരു വീഡിയോ ചെയ്തതുമാണ്. ഇൻഫോസിസ് എന്ന സ്റ്റോക്കിൻ്റെ ഫർദർ ഇൻവെസ്റ്റിംഗ് ഓപ്പർച്യൂണിറ്റിയെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ സ്റ്റോക്കിൽ വലിയ ഇൻവെസ്റ്റിംഗ് ഓപ്പർച്യൂണിറ്റി ഒന്നും എനിക്ക് കാണാൻ സാധിക്കുന്നില്ല. അതിൻ്റെ പിന്നിലെ പ്രധാന കാരണങ്ങൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഒന്നാമത് ഈ സ്റ്റോക്കിൻ്റെ ബൈബാക്ക് അവസാനിക്കുന്നത് 24 ഡിസംബർ 2021 ബൈബാക്കിൽ കമ്പനി ബൈബാക്ക് ചെയ്യുന്ന മാക്സിമം പ്രൈസ് 1750 രൂപ റേഞ്ചാണ്. അതായത് 2021 ഡിസംബർ മാസം വരെ ഇൻഫോസിസ് എന്ന സ്റ്റോക്കിൽ എനിക്കൊരു കൺസോൾട്ടേഷൻ തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. അതുവരെ ഈ സ്റ്റോക്ക് 1750 1800 രൂപ എന്ന റേഞ്ചിനിടയിലുള്ള ഒരു മൂവ്മെൻ്റ് ആയിരിക്കും നടത്താനുള്ള സാധ്യത. ഇനി ഈ സ്റ്റോക്കിൽ ഫർദർ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ നമ്മൾക്ക് ഈ സ്റ്റോക്കിൽ 1% കറക്ഷൻ കാണാൻ സാധിച്ചു. ഫർദർ ഈ സ്റ്റോക്കിൽ കറക്ഷൻ വരികയാണെങ്കിൽ അതായത് 1680 രൂപയായിരിക്കും ഈ സ്റ്റോക്കിൻ്റെ ആദ്യ സപ്പോർട്ടായിട്ട് കാണാൻ സാധിക്കുന്നത്. സ്റ്റോക്ക് ഉറപ്പായിട്ടും 1680 രൂപയ്ക്കോ 1650 രൂപയ്ക്കോ ഇടയിൽ വരികയാണെങ്കിൽ നമ്മൾക്ക് അക്കുമുലേറ്റ് ചെയ്യാവുന്നതാണ്. അതായത് 1750 രൂപ എന്ന ടാർഗറ്റ് എയിം ചെയ്തുകൊണ്ട് നമ്മൾക്ക് ഈ സ്റ്റോക്ക് അക്കുമുലേറ്റ് ചെയ്യാവുന്നതാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്